ഞങ്ങളത് വിട്ട് ഓക്കെ പുഴു വീണത് ഇവിടെ സ്വാഭാവികമാണ്, അതുകൊണ്ട് വിട്ട് പഠിക്കുന്ന ടൈമിലൊക്കെ ഉണ്ടാവും ഞങ്ങൾ ജസ്റ്റ് അത് തട്ടി മാറ്റി. പക്ഷെ ഫുഡൊക്കെ പുഴുക എന്നാണ്, അതൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഞങ്ങൾ ഇത്രയൊക്കെ പ്രതിഷേധിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം ഞങ്ങൾക്ക് ഉൾക്കൊണ്ട് നിങ്ങൾ ആലോചിക്കണം. തിരൂർ BP അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വലിയ തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ളതായിരുന്നു വിദ്യാർത്ഥികളുടെ കാലങ്ങളായുള്ള ഒരു പ്രധാന പ്രശ്നം. എന്നാൽ ഇന്നിപ്പോൾ വിദ്യാർത്ഥികൾ അതൊരു വലിയ പ്രതിഷേധമായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിലേക്ക് പുഴു, അതായത് തേരട്ട അടക്കമുള്ള പുഴുക്കൾ വീഴുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും. നേരത്തെയും ഈ സമാനമായ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടിയതായിരുന്നു. പക്ഷേ അന്നൊന്നും തന്നെ അധികൃത ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നോ യാതൊരു വിധത്തിലുള്ള നടപടി ഉണ്ടാകാത്തൊരു പശ്ചാത്തലം വന്നതോടുകൂടിയാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിഷേധം സ്കൂളിന് പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഏതൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിങ്ങളിങ്ങനെ വലിയൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്? ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ടൈമിലാണ് ചോറ്റുപാത്രത്തേക്ക് പുഴു വീണത്. അതിൻ്റെ രാവിലെ ഒരു കുട്ടീൻ്റെ മേത്തൊക്കെ പുഴു ഇതുപോലെ വീണിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് വിട്ട് ഓക്കെ പുഴു വീണത് ഇവിടെ സ്വാഭാവികമാണ്, അതുകൊണ്ട് വിട്ട് പഠിക്കുന്ന ടൈമിലൊക്കെ ഉണ്ടാവും ഞങ്ങൾ ജസ്റ്റ് അത് തട്ടി മാറ്റി. പക്ഷെ ഫുഡൊക്കെ പുഴുക എന്നാണ്, അതൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഞങ്ങൾ ഇത്രയൊക്കെ പ്രതിഷേധിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം ഞങ്ങൾക്ക് ഉൾക്കൊണ്ട് നിങ്ങൾ ആലോചിക്കണം. ഒരുപാട് ഞങ്ങൾ പറഞ്ഞത്, ഒരുപാട് മീഡിയാസിനെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു റെസ്പോണ്ട് ഇവിടെ കാണിക്കണില്ല. ഇവിടുത്തെ PTA പോരാഞ്ഞില്ല, ടീച്ചേഴ്സ് ഞങ്ങൾക്ക് അതുപോലെ സപ്പോർട്ട് ഉണ്ട്. ടീച്ചേഴ്സ് അവർക്ക് കഴിയണമൊക്കെ അവർ ചെയ്യുന്നു, പക്ഷെ ഇവിടെ ഒരു റെസ്പോണ്ടും ഇല്ല. ഇവിടെ എന്തൊക്കെ വന്നാലും ഇവിടെ 1000 കുട്ടികൾ 1000ന്റെ മുകളിലുണ്ടാവും കേട്ടോ. ഇവിടെ +2 തന്നെ 6 ബാച്ച്, +1 7 ബാച്ച്. നല്ല ക്ലാസ് റൂം ഇല്ല, നല്ല ബാത്റൂം ഇല്ല. ഈ ക്ലാസ് റൂം യൂസ് ചെയ്യുന്ന +1 യൂസ് ചെയ്യുന്ന ക്ലാസ് റൂം എന്താ വെച്ചാൽ VHSCക്കാർ ഹൈസ്കൂളുകാർ യൂസ് ചെയ്ത് പഴയ ക്ലാസ് റൂം അവർ കൂടും. ഈ ഹയർ സെക്കൻഡറി മാത്രമേ ഉള്ളൂ, ഈ ഗേൾസിന്റെ ഹയർ സെക്കൻഡറി മാത്രമേ ഉള്ളൂ ഇത്. ഈ ഇവിടെ മലപ്പുറത്ത് ഏതെങ്കിലും സ്കൂളിൽ ഇങ്ങനെ ഒരു സ്കൂൾ കണ്ടിട്ടുണ്ടോ? ഇതിപ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് നിങ്ങൾ മൊത്തം ഇത് കണ്ടതും ഞങ്ങളെ പ്രയാസങ്ങൾ അറിഞ്ഞതും അല്ല. നിങ്ങൾ ഇതെല്ലാം അറിയോ? ഞങ്ങൾ മീഡിയാസിന് ഇങ്ങോട്ട് വരും, അവർ ഇവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം അങ്ങനെയൊക്കെ പറയുള്ളൂ. പക്ഷെ ഒരു ഇതില്ല. 40 പിള്ളേർ ഇരിക്കുന്നോട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് 65 പിള്ളേർ തിക്കി കൂടിയിട്ടാണ്. ഒരു നല്ല ബാത്റൂമിൽ ടോയ്ലറ്റിനാണെങ്കിൽ വാതിലുമ്പോൾ ഫുള്ള് ഓട്ടയില്. അവിടെ ആണെങ്കിലും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പാമ്പിനൊക്കെ കണ്ടിട്ടുണ്ട്. ആ ടോയ്ലറ്റ് നിൽക്കണ അതിന് ഒരു കാട് മുക്കുള്ള സ്ഥലത്താണ്. ഞങ്ങൾ എങ്ങനെ ഇത് അനുഭവിക്കുക? ഞങ്ങൾ 10ാം ക്ലാസ്സിൽ കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് മേടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എന്നിട്ട് ഇതിന് ഒരു ഇതില്ലാതെ പിന്നെ ഞങ്ങൾ എങ്ങനെ? ഇതിപ്പോൾ ഇവിടെ ബോയ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ. ബോയ്സ് സ്കൂൾ കണ്ടിട്ടില്ല, അടുത്തുള്ള പുറത്തൂര് നവാമുകുന്ദ ഒരുപാട് സ്കൂളുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്ത പ്രോബ്ലംസ് ആണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. പഠിക്കാൻ പറ്റൂല. ഞങ്ങൾ ഇനി എന്താ ഇതിനൊരു പരിഹാരം ഇല്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങൂല. ഞങ്ങൾക്ക് ഇതാ PTA മുങ്ങിപ്പോയി എന്നപ്പോൾ പറയുന്നത്. PTA വരാൻ പറ്റൂല, കാരണം അയാൾക്ക് വേർഡ്സ് ഉണ്ടാവില്ല പറയാൻ. തീർച്ചയായിട്ടും, അതായത് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂൾ അടിസ്ഥാന സൗകര്യം, അത് ബാത്റൂം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ സ്കൂളിൽ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ. ഇത് നേരത്തെ തന്നെ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പൊ അവരല്ലേ നാളെ ഇവിടെ ഞങ്ങൾ പ്രതികരിക്കേണ്ട പറയുന്നുണ്ട്. ഞങ്ങളോട് അവിടെ മിണ്ടാതിരിക്കാനാണ് പറയണത്. ഒരുപാട് വട്ടം ഞങ്ങൾ ആരോടൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി? ഞങ്ങൾക്ക് പറയാനുള്ള പ്രിൻസിപ്പളോട് പറഞ്ഞു, കളക്ടർക്ക് ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്താണ്. ഒരുപാട് പേർക്ക് നിവേദനങ്ങൾ കൊടുത്തവർ 8 വരെ അലമാറ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ഒരുപാട് പേർക്ക് പരാതി കൊടുത്തു. അല്ല 3 കോടി രൂപ ഈ സ്കൂളിൽ പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ഇവർ പാസ്സാക്കിയാണ് 2-3 കൊല്ലം മുമ്പ്. അതിന്റെ ഒരു നടപടി വന്നിട്ടില്ല. അതിന്റെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇവിടെ മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് പണിയാനുള്ള മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് 2-3 ദിവസം ഉദ്യോഗസ്ഥർ വന്നിട്ട് വരാറുണ്ട്. അത്ര +1 മീറ്റിംഗ് ഉണ്ടായ ടൈമിൽ അവരോട് പറഞ്ഞ എഞ്ചിനീയേഴ്സ് എന്ന് വരും. പക്ഷെ ഒരു റെസ്പോണ്ടും ഇല്ല. അവര് പൈസ ഉള്ള ആൾക്ക് വിളിച്ചാൽ അവർ ഫോൺ എടുക്കണില്ല എന്നാ പറയുന്നത്. ഞങ്ങൾ എന്താ കാട്ടുണ്ട്? ഒരു റെസ്പോണ്ട് ഇല്ലാതെ എങ്ങനെ ഞങ്ങൾ ഇവിടെ പഠിക്കുക? ഇവിടെ മാർക്ക് വാങ്ങണവർക്ക് ഇവിടെ ഞങ്ങൾ PTA പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞറിയോ? നിങ്ങൾ പെൺകുട്ടികളാണ്, ശബ്ദം ഉയർത്തരുത്. ഈ PTA ഈ സമൂഹം ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ശബ്ദം ഉയർത്തണം, നിങ്ങളാണ് ഇനി വരുന്ന തലമുറ. എന്നിട്ട് ഇവിടെ എന്താ സൗണ്ട് ഉയർത്തിയ? ഞങ്ങൾ ഇനി ശബ്ദം ഉയർത്തും, വേറെ ഒരു ഞങ്ങൾക്ക് നല്ല ക്ലാസ് റൂം വേണം, നല്ല ടോയ്ലറ്റ് വേണം, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഓരോ സൗകര്യങ്ങൾ, സാങ്കേതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ ഒരു പ്രൊജക്ട് ഉണ്ട്, ലൈബ്രറി ഉണ്ട്, ലാബ് ഉണ്ട്, ഞങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ശേഷം ആരെങ്കിലും അവർക്ക് ഫോൺ വിളിക്കണ്ടേ? അപ്പൊ അവര് പറയാ വിളിക്ക, അതൊക്കെ ഇപ്പൊ PTA വിളിച്ചിട്ട് കിട്ടണില്ല. ഒരുപാട് വിദ്യാഭ്യാസ
അവർക്കൊക്കെ വിളിച്ചിട്ട് അവർ പറഞ്ഞു നടക്കാം തന്നെ. ഇത് കുറേ കാലമായിട്ട് അവർ പറയുന്നത് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെ ഭാവിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അതെങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഞങ്ങളോട് ചോദിക്കണം. അവര് ഞങ്ങളോട് ചോദിക്കണേ പുഴ വന്ന് വീണാൽ നിങ്ങൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അതേപോലെ ഒരു കമ്പ് എടുത്തിട്ട് അങ്ങ് തട്ടി കളയാനാണ് ഞങ്ങളോട് പറയുന്നത്. വേറെ ഒന്നും ഒരു നടപടി എടുക്കണില്ല. ഒരു പ്രശ്നം നേരത്തെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈം അല്ല, ഓമരാമ്പുഴാണ്. മഴക്കാലമായ ഓമരാമ്പുഴ നമ്മളെ മേഘത്തുക നമുക്ക് എന്താ ഇൻഫെക്ഷൻ മനുഷ്യരല്ലേ, ചൊറിച്ചിലും കാര്യമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതോട്ട് തട്ടിക്കാളി അങ്ങനെ പറിച്ചില്ല. ഇതെന്താ ഞങ്ങളെ വീട്ടുകാരോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അവർ പറയും നിങ്ങളാണ് ഇത് പ്രതികരിക്കേണ്ടി. ഞാൻ സത്യം പറയാൻ ഇത് ഇനി ഒരു ഇതില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാൻ നിൽക്കുക. പിന്നെ എന്താണ് കളക്ടർ ഓഫീസിലേക്ക് കത്തയക്കാൻ ഇമെയിൽ അയക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഓടിട്ട ബിൽഡിംഗ് ആണ്. ഇത് ഫുള്ള് പുഴ ഒഴിഞ്ഞു വിടാനായിട്ടൊക്കെ മഴക്കാലായാലും വെള്ളം ഇറ്റ മേത്ത് എങ്ങനെ ഞങ്ങൾ ഇവിടെ വെയിലായാലും ചേരട്ട, മഴ ആയാലും എന്താണ് ഓമരാമ്പഴും എങ്ങനെ ഞങ്ങൾ ഇവിടെ നിൽക്കുക. പട്ടികളുടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പട്ടികൾ പ്രസവിക്കുക, പട്ടികൾ അവിടെ മലവിസർജനൊക്കെ ചെയ്യുക. ഞങ്ങൾ എങ്ങനെ ഇവിടെ നിൽക്കുക. ഞങ്ങൾ ഒരുപാട് പേര് പട്ടികൾ കണ്ടിട്ട് പേഴ്സിന് ഇവിടെ വീണ്ടും പരിക്ക് വരെ പറ്റിയിട്ടുണ്ട്. വിഷേറിയ പാമ്പുകളെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ എങ്ങനെ ഇവിടെ നിൽക്കുക. ഞങ്ങളെന്താ പെണ്ണുങ്ങളായിട്ടാണോ ഇതൊന്നും ഇല്ലാതിരിക്കുന്നത്? പെൺകുട്ടികളായത് കൊണ്ടാണോ ഞങ്ങൾക്ക് ഈ സൗകര്യം ഇല്ലാതെ അഡ്മിഷൻ എടുക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഇത് ഇൻഫോം ചെയ്തിട്ടുണ്ട്, പലവട്ടം ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇവര് പറഞ്ഞത് ഫണ്ട് ശരിയായി നാളെ വരും. എത്ര തിങ്കളാഴ്ച ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറയുമ്പോൾ പറയും ഞങ്ങൾ മീറ്റിംഗ് നടത്തേണ്ട, നാളെ റെഡിയാവും. ഇത് തന്നെ കുറെ ആയി ഞങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട്. ശാശ്വത പരിഹാരം വേണമെന്നാണ്. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല. 14 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സും പിന്നെ എടുത്ത് പഠിക്കുന്നുണ്ട്. എന്തിനു പഠിക്കണേ? ഇവിടെ ഒന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെയും സ്ത്രീകൾ പരിഗണന അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് 4-5 മണിക്കൂറായി കണ്ടിന്യൂ അയച്ച് മീഡിയക്കാർ വരുന്നുണ്ട്. ഇന്ന് വരെയും MLA PTO വെച്ച് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരോ വന്നിട്ടില്ല. പെൺകുട്ടികളാണെന്നുള്ള ഒറ്റ തോന്നൽ കാരണമായിരിക്കാം ഒരുപക്ഷെ ഇത്രയും നീണ്ടു നിന്നിട്ടുള്ള നടപടികളെന്ന്. ഇല്ല, ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് ഈ നടപടി ഇന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഞങ്ങൾ പോകുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന പ്രശ്നം 12:45 5 മണി വരെ ഞങ്ങൾ പ്രതിഷേധിക്കും. ഒരാൾ കലക്ടർ പോട്ടെ, MLA എന്താ പിന്നെ ആരാണ് പഞ്ചായത്തിന്റെ ആൾക്കാർ ഒരാൾ ഇവിടെ വന്ന് നോക്കിയിട്ട് ഞങ്ങളെ PTA വരെ വന്ന് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ പ്രതിഷേധിക്കണ്ടേ? ഞങ്ങൾ ഇനി പ്രതിഷേധിക്കും. പെൺകുട്ടികളല്ലേ, ശബ്ദം ഉയർത്തരുത്. അതാണ് ഞങ്ങളെ ഇത്. ഞങ്ങൾ ഇനി ശബ്ദം ഉയർത്തും. 32 ബാത്റൂം അലൗഡ് ആയിക്കണം. ഞങ്ങൾക്ക് 32 ബാത്റൂമിന്റെ ആവശ്യമില്ല. ഇപ്പൊ 4 ബാത്റൂമിന്റെ പോലെ കാണണം. ഒരു കാട് പോലെ സ്ഥലത്ത് 4 ബാത്റൂം, അത് തന്നെ ഡോറ് മൊത്തം പൊടിഞ്ഞിട്ട് എങ്ങനെ ഹോൾസ് ഉണ്ട്, എല്ലാ ഡോറിലും ഹോൾസ് ഉണ്ട്. ഞങ്ങൾ എങ്ങനെ ഒരു പ്രൈവസി ആയിട്ടുള്ള ഇതും അതും കുടിക്കാൻ പറ്റില്ല. നമുക്ക് ഡെങ്കി മലേറിയൊക്കെ വരും. ടാങ്ക് കഴുകിയിട്ട് 6 വർഷമായി. എങ്ങനെയാണ്? അതിനേക്കായി ഇപ്പൊ വരുന്നതാ. എലി വരന് ഇതെന്താ മൃഗമുള്ള സ്ഥലങ്ങളാണോ ചോദിക്കണേ ഞങ്ങള്. ഗുരുതരമായ ആരോപണമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. പ്രധാനമായും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് നിറവേറ്റാനുള്ള സംവിധാനങ്ങൾ ഈ സ്കൂളിലില്ല. മാത്രമല്ല അവർ ഈ പറയപ്പെടുന്ന പോലെ പുഴു അതുപോലെ ഇഴജന്തുക്കളെയൊക്കെ ഭയന്നുകൊണ്ട് ഈ സ്കൂളിൽ സമയം ചിലവഴിക്കേണ്ട ഒരു സാഹചര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ കുട്ടികളുടെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത് ഈ സ്കൂളിലാണ്. പക്ഷേ അത് ഇത്തരത്തിലുള്ള ഇഴജന്തുക്കൾക്കൊപ്പം ഒക്കെ സമയം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യമാണ്. അത് പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത ഒരു പശ്ചാത്തലത്തിൽ ആണ് കുട്ടികൾ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം, ഇന്ന് ഉച്ചക്ക് തുടങ്ങിയ പ്രതിഷേധമാണ്. പക്ഷേ ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുമ്പോഴും വേണ്ടപ്പെട്ടവർ അധികൃതർ ആരും തന്നെ ഈ കുട്ടികളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലതവണ ഈ കുട്ടികൾ അധികാരികൾക്ക് മുന്നിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. മാത്രമല്ല ഇവരുമായി ചർച്ച നടത്താനോ അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനോ തന്നെ ആരും തയ്യാറാകുന്നില്ലെന്ന് എന്നുള്ളതാണ് ഈ കുട്ടികളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും സ്കൂളിൽ പ്രതിഷേധം തുടരുകയാണ്. തിരൂരിൽ നിന്ന് ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.